വെൽക്കം ടു സൈപ്രസ് കോളേജ്. ഇത് നമ്മൾ നെക്സ്റ്റ് ഒരു ചാപ്റ്ററുമായിട്ടാണ് വന്നിട്ടുള്ളത്. ദ ചാപ്റ്റർ ഈസ് 3 ക്വസ്റ്റ്യൻസ് ഈസ് റിട്ടൺ ബൈ ലിയോ ടോൾസ്റ്റോയ്. ഈ 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണിത്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ തീമാണ്, എന്താണ് ആ സ്റ്റോറിയിൽ പറയുന്നത് എന്നുള്ളതാണ്. അതിൽ വിസ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളേജ്, അതുപോലെ തന്നെ ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് ക്ഷമിക്കുന്നതിന്റെ ഒരു ഗുണം എന്താന്നുള്ളത്, അതുപോലെ തന്നെ ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിവിങ് മൈൻഡ്ഫുള്ളി ഇൻ ദ പ്രസന്റ് മൊമെന്റ്, അതായത് നമ്മൾ അറ്റ് ദ പ്രസന്റിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു കിങ്ങിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ചിന്തിക്കുകയാണ്, എ കിങ് ബിലീവ്സ് ഹി വിൽ നെവർ ഫെയിൽ ഇഫ് ഹി ക്യാൻ ഫൈൻഡ് ദ ആൻസേഴ്സ് ടു 3 സ്പെസിഫിക് ലൈഫ് ക്വസ്റ്റ്യൻസ്. അതായത് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് അദ്ദേഹത്തിന് ആൻസർ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ജീവിതത്തില് പരാജയം അദ്ദേഹത്തിന് നേരിടേണ്ടി വരില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഈ ഒരു സ്റ്റോറി വരുന്നത്. Let's go through the summary. A king seeks answers to 3 questions to guarantee his success. അതായത് രാജാവ് അന്വേഷിച്ചും കൊണ്ടിരിക്കുകയാണ്. ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ. അതിന് അദ്ദേഹത്തിന് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഗ്യാരണ്ടീഡ് ആണ്. എന്ത്? സക്സസ് എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട്? ടു ഫൈൻഡ് ദ ആൻസേഴ്സ് ഓഫ് 3 ക്വസ്റ്റ്യൻസ് ഹി ഓഫേഴ്സ് എ ലാർജ് റിവാർഡ് ബട്ട് ദ ആൻസേഴ്സ് ഫ്രം ലോക്കൽ സ്കോളേഴ്സ് ലീവ് ഹിം അൺസാറ്റിസ്ഫൈഡ്. അതായത് അദ്ദേഹം കുറെ റിവാർഡൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് കറക്റ്റ് ഉത്തരം കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല റിവാർഡ് തരാമെന്ന്. പക്ഷേ അവിടെയുള്ള ലോക്കൽ സ്കോളേഴ്സ് എല്ലാം പറഞ്ഞ ഉത്തരം കേട്ടിട്ട് അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആയില്ല. ആ സമയത്താണ് ഒരു ഹെർമിറ്റിന്റെ ഹട്ടിലോട്ട് പോകുന്നത്. എങ്ങനെയാ പോകുന്നത്? ഹി ഡിസ്ഗൈസ്ഡ് ആസ് എ കോമണർ. അപ്പൊ ഒരു സാധാരണക്കാരനായിട്ട് പോകുന്നു. ആ സമയത്ത് ദ കിങ് വിസിറ്റ് എ വൈസ് ഹെർമിറ്റ് ഇൻ ദ ഫോറസ്റ്റ്. അദ്ദേഹം ഒരു വനത്തിലാണ് താമസിക്കുന്നത്. ഫൈനലി ദ ഫ്രെയിൽ ഹെർമിറ്റ് ടയേർഡ് ഫ്രം ദ ഡിഗിങ് ഗാർഡൻ ബേർഡ്സ്. അതായത് അദ്ദേഹത്തെ കണ്ടെത്തിയപ്പോ അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ടയേർഡ് ആയിരിക്കുകയാണ്. അതായത് ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാർഡൻ ബെഡ്സ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാണ്? ദ കിങ് ടേക്സ് ഓവർ ദ സ്പേസ് ടു ഹെൽപ്പ് ഹിം. രാജാവ് അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഹെർമിറ്റ് എന്ത് ചെയ്യുന്നില്ല? ഡസന്റ് ഗീവ് ആൻസർ. അതായത് ആൻസർ ഒന്നും കൊടുക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് എ ഹെവിലി ബ്ലീഡിംഗ് മാൻ റൺസ് ഔട്ട് ഓഫ് ദ വുഡ്സ്. അതായത് ഒരു ചോരയില് കുളിച്ചിട്ടുള്ള ഒരാൾ അതിലൂടെ ഓടി വരുന്നത്. ദ കിങ് ആൻഡ് ഹെർമിറ്റ് വാഷ് ഡ്രസ് ആൻഡ് നേഴ്സ് ഹിസ് സിവിയർ വൂണ്ട് സേവിങ് ഹിസ് ലൈഫ്. അപ്പൊ രാജാവും ആ സന്യാസിയും കൂടെ എന്ത് ചെയ്യാണ്? അയാളെ രക്ഷിക്കുകയാണ്. ദ വൂണ്ടഡ് മാൻ ടേൺസ് ഔട്ട് ടു ബി ദ കിങ്സ് ബിറ്റർ എനിമി. പിന്നെയാണ് നമ്മുടെ രാജാവ് റിയലൈസ് ചെയ്യുന്നത്. രാജാവിനോട് പറയുന്നുണ്ട്, ഈ വ്യക്തി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ എനിമിയാണ്. ഞാൻ ഇവിടെ വന്നത് ഐ ഹാഡ് കം ടു കിൽ ഹിം. അതായത് ഞാൻ രാജാവിനെ കൊല്ലാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ബട്ട് വാസ് അറ്റാക്ക്ഡ് ബൈ ദ കിങ്സ് ഗാർഡ്സ് ഇൻസ്റ്റഡ്. പക്ഷെ കിങ്ങിന്റെ കൂടെ വന്നിട്ടുള്ള ഗാർഡ്സ് ആണ് എന്നെ ഇങ്ങനെ ഇപ്പൊ മുറിപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയാണ്. അതിൽ നിന്നും ഇതൊക്കെ കേട്ട രാജാവിന് എന്താ ചെയ്തത്? ടച്ച്ഡ് ബൈ ദ കിങ്സ് കൈൻഡ്നെസ്. അതായത് അദ്ദേഹത്തിന്റെ ദയ അപ്പൊ അവിടെ അങ്ങനെ റിവീൽ ചെയ്യുന്നു. ദ എനിമി ബാക്സ് ഫോർ ഫോർഗീവ്നെസ് ആൻഡ് സ്പിയേഴ്സ് ലോയലിറ്റി. അതായത് മാപ്പ് അപേക്ഷിക്കുന്നു, ഇനി എപ്പോഴും ഞാൻ നിങ്ങളുടെ സെർവന്റ് ആയിട്ട്, ഞാനും എന്റെ മക്കളും എല്ലാം നിങ്ങളുടെ ലൈഫ് ലോങ് സെർവന്റ് ആയിട്ട് ജീവിച്ചോളാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ബിഫോർ ലീവിങ് ദ കിങ് ആസ്ക് ഫോർ ദ ആൻസേഴ്സ് വൺ ലാസ്റ്റ് ടൈം. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അയാൾ പോകുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് രാജാവ് പിന്നെ ഇനി സന്യാസിയോട് ചോദിക്കുന്നുണ്ട്, ഹെർമിറ്റിനോട് ചോദിക്കുന്നുണ്ട്, ആ 3 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, ദ ഹെർമിറ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് കിങ് ഓൾറെഡി റിസീവ്ഡ് ദം ത്രൂ ഹിസ് ആക്ഷൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ രാജാവ് ശരിക്കും പറഞ്ഞാൽ ഷോക്കായി നിൽക്കുകയാണ്. ഇനി നമുക്ക് ഇതില് ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നോക്കാം.
Taking 3 questions. Right time to begin every action. Right people to listen to or avoid. Most important thing to do. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ പ്രവർത്തനത്തിന്റെയും റൈറ്റ് ടൈം എന്താ, അതുപോലെ ആരാണ് എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആൻഡ് അൺഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആരാ, അതുപോലെ ഞാൻ എന്താണ് കൂടുതലായിട്ട് എന്ത് പ്രവൃത്തിയാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഹെർമിറ്റ് അതിന് ആൻസർ കൊടുക്കുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പൊ അറ്റ് ദ പ്രസന്റ് ടൈമാണ്. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് വൺ യു ആർ വിത്ത്, അതായത് നിങ്ങളുടെ കൂടെ ആ സമയത്ത് ആരുണ്ടോ അവരാണ് നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന നന്മകളാണ്.